ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ട്യൂട്ടോറിയൽ വീഡിയോ. നമുക്ക് മെയിനായിട്ടും ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഫോമിറാൻ ഷീറ്റാണ്. ഫ്ലവറിന് വേണ്ടിയിട്ട് ഐവറി കളറും അതുപോലെ തന്നെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒലീവ് ഗ്രീൻ കളറുമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പഞ്ചിങ് കട്ടറാണ്. ഇതിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ കട്ടറാണ്. നമുക്ക് പല സൈസിലും അതുപോലെ തന്നെ പല ഷേപ്പിലുമുള്ള കട്ടർ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആയിരുന്നാലും ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഇതുപോലത്തെ കട്ടറും അതുപോലെ തന്നെ ഫോമിറൻ ഷീറ്റും ഒക്കെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് വാങ്ങാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഫോമിറാൻ ഷീറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.8 mm തിക്നെസ്സിലാണ് വരുന്നത്. ഫോം ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ കാണാറുണ്ട്, അത് അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ്. പക്ഷേ ഇത് തിക്നെസ് കുറേ കൂടി കുറവാണ്. എങ്കിലേ നമുക്ക് അതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ടും സ്റ്റെമ്മിൻ്റെ ഷേപ്പിലോട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്ലവറിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഐവറി കളർ ഫോമിറാൻ ഷീറ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ കട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഇതിനെ ഫോം ഷീറ്റിനെ കയറ്റിയിട്ട് മാക്സിമം എഡ്ജിലായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം എഡ്ജിലോട്ട് കൊടുക്കും തോറും നമുക്ക് കൂടുതൽ ഫ്ലവർ കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് വയ്ക്കുക, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫോം ഷീറ്റ് ആ കട്ടറിൽ കൂടി കട്ടായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു പാറ്റേണിൽ കിട്ടും. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം. കട്ടർ എടുക്കുക, ഫോം ഷീറ്റിനകത്തേക്ക് കയറ്റുക. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് ഇടാതെ മാക്സിമം അടുപ്പിച്ച് വെച്ച് തന്നെ നെക്സ്റ്റ് ഫ്ലവർ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വയ്ക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് കിട്ടും. സോ അത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽ. ഇനി നമുക്ക് സ്റ്റെം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ പണി. ഒരെണ്ണമൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, ഒരുപാട് എന്തായാലും നമുക്ക് വേണമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് പാടാണിത്. ഒലീവ് ഗ്രീൻ കളറിൻ്റെ ഷീറ്റ് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു ചെറിയ പോർഷൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് B7000 ഗ്ലൂവോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ 8000 ഗ്ലൂവോ യൂസ് ചെയ്യാം. എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ 8000 ആണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി പാടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്ലൂ ഒക്കെ യൂസ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ. എന്നുവെച്ചാൽ ഇത് ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതിന് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൂ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ കാണും പോലെ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ റൗണ്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെം പോലെ നല്ല റൗണ്ടായിട്ടിരിക്കുന്ന സ്റ്റെം പോലെ തന്നെ കിട്ടും. എനിക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫോൾഡ് ചെയ്താണ് വയ്ക്കാറുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് അത്ര നീറ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ഗ്ലൂ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ആ സ്റ്റെമ്മിൻ്റെ പോലെ തന്നെ നല്ല റൗണ്ട് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഈ 8000 ഇല്ലെന്നുണ്ടെങ്കിൽ B7000 യൂസ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യാറ്. സോ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റെം റെഡി. വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റെമ്മ് റെഡിയായി. സോ ഇനി നമുക്ക് നമ്മുടെ പെറ്റൽ കട്ട് ചെയ്ത് വെച്ചിരുന്നതിനെ നമുക്ക് ഫ്ലവർ ആക്കണ്ടേ. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അയൺ ബോക്സും അതുപോലെ പെറ്റലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു പെൻസിലോ എന്തെങ്കിലും എടുക്കുക. നിർബന്ധമില്ല, വേണമെങ്കിൽ കൈവച്ചൊന്നും പിടിച്ചാലും മതി. അങ്ങനെ ചൂടൊന്നും അടിക്കില്ല, എങ്കിലും ഒന്ന് ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പെൻസിൽ എടുക്കുക. അതുപോലെ നമ്മൾ അയൺ ബോക്സാണ് യൂസ് ചെയ്യുന്നത്. അയൺ ബോക്സിൽ നമ്മൾ ഈ ഒരു പെറ്റൽ പാറ്റേൺ വച്ചിട്ട് അത് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ
ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം നല്ലോണം ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും. ഹീറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നല്ലോണം ഹീറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ അയൺ ബോക്സിലോട്ട് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങി ഷ്രിങ്ക് ചെയ്ത് വരുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് നമ്മൾ കൈ എടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി തറയിൽ വീണോളും അതിൻ്റെ ചൂട് കഴിയുമ്പോഴത്തേക്കും. എന്നിട്ട് നമുക്കിതുപോലെ പെറ്റലായി. വെരി സിമ്പിൾ. ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ പാറ്റേൺ എടുക്കുക, അയൺ ബോക്സിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് കിട്ടും. അവിടെ നിന്ന് പെൻസിൽ മാറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഷേപ്പിൽ പെറ്റൽ ഫ്ലവർ ഷേപ്പിലോട്ടാവും. ജസ്റ്റ് ആ ചൂടോടെ എടുത്തിട്ട് ഒരുപാട് പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് എടുത്ത് നമുക്ക് വേണ്ട രീതിക്ക്, ചില ഒരുപാട് ബഡായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ, ഇല്ല ചെറുതായിട്ടൊന്നും ബ്ലൂം ചെയ്തിരിക്കുന്ന രീതിക്കാണെങ്കിൽ അങ്ങനെ, ആ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് അതിൻ്റെ ആ ചൂട് പോകുന്നതിന് മുന്നേ ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. പിന്നെ വേറൊന്നുമില്ല, ഇനി നമ്മൾ ഈ പെറ്റലും അതുപോലെ തന്നെ ഈ സ്റ്റെമ്മും കൂടി ഒന്നിച്ച് വെച്ചൊന്ന് ജോയിൻ ചെയ്യണം. ഇപ്പം എൻ്റെ കയ്യിൽ ആക്ച്വലി ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഗ്ലൂ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പോർഷനിൽ ബെറ്റർ, കാരണം പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ കുറച്ച് ഗ്ലൂ തേക്കുക, സ്റ്റെം എടുത്ത് ഒട്ടിക്കുക, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ നമ്മുടെ അപ്പോൾ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ടൈ ചെയ്യാൻ നേരത്ത് നമുക്ക് എത്രയാണോ സ്റ്റെമ്മിന് നീളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ സ്റ്റെമ്മിൻ്റെ ബാലൻസ് സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയാമെന്നുള്ളതേ ഉള്ളൂ. സിമ്പിളായിട്ട് അങ്ങനെ നമ്മളൊരു ജാസ്മിൻ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ എല്ലാവർക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.